അലർജി കൂടാൻ ഓരോ ആളുകളിലും ഓരോ കാരണങ്ങളാണ്. ഈ കാരണങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അലർജി പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ? നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആളുകളിലും അലർജി കൂടാൻ ഓരോ കാരണങ്ങളാണ്. അത് തണുപ്പാകാം, ചൂടാകാം, പൊടിയാകാം, പുകയാകാം, ഓരോ പ്രത്യേക മണങ്ങളാകാം, ചില ഭക്ഷണ സാധനങ്ങളാകാം. ഇതുകൊണ്ട് തന്നെ നമ്മൾ അലർജിക്ക് ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അലർജിക്ക് കാരണമാകുന്ന സാധനങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കാൻ നമ്മളോട് ഉപദേശിക്കാറുമുണ്ട്. പക്ഷേ കുട്ടികളിലെല്ലാം ഇത് പ്രാവർത്തികമാണോ? പലപ്പോഴും തണുപ്പിനോട് അലർജിയുള്ള കുട്ടികൾ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം കുടിക്കാനും ഒരു ഐസ്ക്രീമിനൊക്കെ വേണ്ടി വാശി പിടിക്കുന്നതും ഒക്കെ വളരെ സാധാരണയാണ്. അതുപോലെ തന്നെ പൊടിയോട് അലർജിയുള്ള കുട്ടി വീട്ടിലൊക്കെ എത്ര വൃത്തിയായി സൂക്ഷിച്ചാലും എത്ര ശ്രദ്ധിച്ചാലും സ്കൂളിൽ പോകുന്ന സമയത്ത് മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാനും പൊടിയൊക്കെ ശ്വസിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത്തരം കുട്ടികളിലും അലർജി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാം? ഹോമിയോപ്പതി ചികിത്സയുടെ ഭാഗമായി നമ്മളൊരു മരുന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ട്രിഗറിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അലർജി കൂട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ച് കൂടി കൃത്യമായി മനസ്സിലാക്കിയാണ് ഹോമിയോപ്പതി ചികിത്സ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ട്രിഗറിംഗ് ഫാക്ടർ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അലർജിയുടെ ഇന്റൻസിറ്റിയും അതിന്റെ ഫ്രീക്വൻസിയും പതുക്കെ പതുക്കെ കുറച്ച് കൃത്യമായി അലർജി പൂർണ്ണമായും മാറ്റിയെടുക്കാനും സാധിക്കാറുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും സാധനങ്ങളോട് അലർജി ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ.